നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ ജനതാദൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK പ്രവീൺ MLAക്ക് സ്വീകരണം നൽകി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. KP മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട PK പ്രവീണിന് RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി RJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നോക്കുന്നത് സോഷ്യലിസ്റ്റ് ആശയത്തെയും സോഷ്യൽ പ്രസ്ഥാനങ്ങളുടെ പരിപാടികളെയും സോഷ്യൽ പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. ആ കാഴ്ചപ്പാട് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത് 10 ദിവസം കൊണ്ട് 5 രൂപ 70 പൈസ 4 തവണയായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു. വയറ് മുറുക്കിയെടുക്കാൻ മോഡി ഗവൺമെന്റ് നമ്മൾ ആവശ്യപ്പെടുന്നു. സ്വർണ്ണമുള്ള വാങ്ങിക്കെട്ടതില്ല ഒരു വർഷക്കാലത്തേക്ക് മോഡി ഗവൺമെന്റ് പറയുന്നു. രാഷ്ട്രീയം ഇങ്ങനെ 4 ചുമരുകൾക്കുള്ളിൽ നമ്മൾ തളച്ചിടുമ്പോൾ ആ ചടങ്ങുകൾ പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കരുത്തുള്ള ആശയമാണ് സോഷ്യലിസ്റ്റുകൾ ധരിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കേണ്ട. ഒരുപാട് പേരുകളും പൊടികളും നമ്മൾ വാഴപ്പിടിച്ചുകൊണ്ട് പേരുകൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആശയത്തിന്റെ കാര്യത്തിൽ നമ്മൾ കച്ചവടം ചേർത്തിട്ടില്ല. PK പ്രവീണിനുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം മുൻ മന്ത്രി KP മോഹനൻ കൈമാറി. ഭാസ്കരൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വിജയം നമ്മുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉപകരിക്കത്തക്ക രീതിയിൽ മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ തന്നെ പ്രവർത്തനം വളരെ കാര്യമാണ്. ഇതിന്റെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഓരോ ആളുകളും അതത് പ്രദേശത്ത് ബൂത്ത് തലത്തിലുള്ള ഓരോ ആളുകളുടെ എല്ലാം മറന്നുകൊണ്ടുള്ള പ്രവർത്തനം, അത് വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും മഹിളകളായാലും പാർട്ടിയുടെ ആയാലും നേതാക്കന്മാരൊക്കെ തന്നെ, അതോടൊപ്പം തന്നെ പ്രവർത്തകർ അകമഴിഞ്ഞ് യാതൊരുവിധ കളങ്കവും ഇല്ലാതെയുള്ള മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ അധ്യക്ഷത വഹിച്ചു. KP ചന്ദ്രൻ മാസ്റ്റർ, രവീന്ദ്രൻ കുന്നോത്ത്, ഉഷ രാരോരത്ത്, കരുവാങ്ങണ്ടി ബാലൻ, N ധനഞ്ജയൻ, MK രഞ്ജിത്ത്, TP അബൂബക്കർ ഹാജി, ഹാരിഷ് കടവത്തൂർ, K കുമാരൻ, പത്മജ ഭരതൻ, ശ്രീജ M ചെണ്ടയാട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് CKP തിലകൻ സ്വാഗതവും സജീന്ദ്രൻ പാലത്തായി നന്ദിയും പറഞ്ഞു. തുടർന്ന് PK പ്രവീണിന്റെ മറുമൊഴിയും ഉണ്ടായിരുന്നു. സ്വാഗത പ്രസംഗത്തിൽ തിലകൻ മാഷ് സൂചിപ്പിച്ചിരുന്നു, പ്രവീണിന്റെ വ്യക്തിപരമായ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിച്ചതെന്ന്. എനിക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ വോട്ട് കിട്ടാൻ ഉണ്ടെങ്കിൽ അത് പാർട്ടി തന്ന നേതൃത്വ സ്ഥാനത്തിന്റെയും പാർട്ടി എന്നെ നിയമിച്ച ഓരോ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്. അതുകൊണ്ട് പാർട്ടിയുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പാർട്ടിയോട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾക്ക് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരിയായ പാതയിലേക്ക് നയിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. തെറ്റ് കൂടുതൽ പ്രചരിപ്പിക്കാൻ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് കാണിക്കാനുള്ള പ്രവണത എൻ്റെ സഖാക്കൾ എന്നോട് കാണിക്കണം. എന്നാൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം, അതേപോലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ പാർലമെന്ററി നേതാവ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രാഷ്ട്രീയ ജനതാദൾ എന്ന സോഷ്യലിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ മുൻ മന്ത്രിയും പാർട്ടിയുടെ സോഷ്യലിസ്റ്റിന്റെ എല്ലാമായ ശ്രീ PR-നെയും അതേപോലെ മുൻ നേതാവുമായ KP മോഹനേട്ടനും ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടക്കം കുറിച്ചത്. സഖാ PR എന്ന വാക്ക് പറയുമ്പോൾ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയും അതേപോലെ സ്പീക്കറും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബേബി ജോണും ഷിബു ബേബി ജോണും K മുരളീധരനും സണ്ണി ജോസഫും അടക്കം അവർക്കും ഒരു ആവേശമാണ്. ആ PR എന്ന വാക്ക് ഇന്നും നിയമസഭയിൽ പ്രതിഫലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശൈലി ഇന്നും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
സമഗ്ര ന്യൂസ് പനൂർ.